നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് കണ്ടു തീർത്തത്. അഡോളസൻസ് എന്നാണ് ആ സീരീസിൻ്റെ പേര്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും അത് കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയും ഒരുപാട് കാഴ്ചക്കാർ ആ സീരീസിനുണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും കേരളത്തിലും ലോകം മുഴുവനിലും ചർച്ച ചെയ്യേണ്ട ഒരു സീരീസാണത്. മാതാപിതാക്കളും അധ്യാപകരുമൊക്കെ. അതിൻ്റെ പ്രമേയം ജെയ്മി എന്നൊരു വിദ്യാർത്ഥി തൻ്റെ സഹപാഠിയെ കേറ്റി എന്നൊരു പെൺകുട്ടിയെ കൊല്ലുന്നതാണ് ആ സീരീസിൽ ചർച്ച ചെയ്യുന്നത്. ഈ ജെയ്മി പഠിച്ച സ്കൂളിലേക്ക് പോലീസ് ഓഫീസർ കടന്നു വരുന്നുണ്ട് ആ സീരീസിൽ. എന്നിട്ട് വിദ്യാർത്ഥികളോട് ചോദിക്കുന്നുണ്ട് കേറ്റിയുടെ കൊലപാതകത്തെ പറ്റിയും ഇതിനുപയോഗിച്ചിരുന്ന നൈഫ് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ അതോ കണ്ടിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങളുണ്ട്. ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പോലീസ് ഓഫീസറിൻ്റെ മോനും ഈ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. ഈ അപ്പനും മോനും തമ്മിൽ അത്ര നല്ല ഊഷ്മളമായ ബന്ധമൊന്നുമല്ല. എന്നിട്ടും സ്കൂളിൽ വെച്ച് മകൻ അപ്പനോട് പറയുകയാണ്, എനിക്ക് പപ്പയോട് പ്രൈവറ്റ് ആയിട്ടൊന്ന് സംസാരിക്കണമെന്ന് പറയും. അപ്പോൾ ഈ മോനെ പോലീസ് ഓഫീസർ ഒരു പ്രൈവറ്റ് റൂമിലേക്ക് കൊണ്ടുപോയി സംസാരിക്കുകയാണ്, തൻ്റെ സഹ ഉദ്യോഗസ്ഥരെയും അധ്യാപകരെയൊക്കെ മാറ്റി. അപ്പോൾ ഈ മകൻ പപ്പയോട് പറയുന്നുണ്ട്, പപ്പ, ഈ ജെയ്മിയുടെ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയയിലൊക്കെ അവൻ ഇടുന്ന ഓരോ പോസ്റ്റിന് താഴെയും കേറ്റി എന്ന പെൺകുട്ടി ഓരോ ഇമോജീസ് ഇടുമായിരുന്നു. അപ്പോൾ അത് കാണിച്ചു കൊടുക്കുമ്പോൾ ചോദിക്കും, ഇത് കണ്ടിട്ട് എന്താ പപ്പയ്ക്ക് തോന്നുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇതൊരു സാധാരണ ഇമോജീസാണ് എന്നാണ് പറയുന്നത്. ഒരു കിഡ്നിയുടെ അല്ലെങ്കിൽ ഡൈനാമിക്കിൻ്റെ അങ്ങനെ കുറച്ച് ഇമോജീസ് ഇടുന്നുണ്ട്. അതിനുശേഷം ഈ പോലീസ് ഓഫീസറോട് അയാളുടെ മോൻ പറയുന്നുണ്ട്, നോ, ഇതിനൊക്കെ ഒരു മീനിങ് ഉണ്ട് പപ്പ. ഇതൊക്കെ ഈ ജെയ്മിയെ കേറ്റി ബുള്ളി ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ജെയ്മി എന്ന ഈ ആൺകുട്ടി തൻ്റെ സഹവിദ്യാർത്ഥിയെ കുത്തി കൊലപ്പെടുത്തുന്നതിന് കാരണം അവനെ പരസ്യമായിട്ട് ഈ ഇമോജിയിലൂടെ ബുൾ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് അസ്വസ്ഥത കൊണ്ടാണ് ഈ വിദ്യാർത്ഥി തൻ്റെ സഹപാഠിയെ കൊലപ്പെടുത്തുന്നത്. അങ്ങനെയാണ് അതിൻ്റെ കഥ കൊണ്ട് മുന്നോട്ട് പോവുകയും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള വൈകാരികമായ തലങ്ങളുമൊക്കെയാണ് ഈ സീരീസ് ചർച്ച ചെയ്യുന്നത്. ഇതിനെപ്പറ്റി പറയാനുള്ള കാരണം, നമ്മൾ ജീവിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളുടെ ഭാഷകൾ പലപ്പോഴും നമുക്ക് മനസ്സിലാകാറില്ല. അവരിടുന്ന ഇമോജീസ്, അതിലൂടെ അർത്ഥമാക്കുന്ന മീനിങ്സ്, ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സംഘർഷഭരിതമായ കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുഞ്ഞുങ്ങളോട് നിങ്ങൾക്കിത് ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ കൊച്ചു ക്ലാസ്സിൽ കിൻഡർ ഗാർഡനിലൊക്കെ ചോദിക്കുമ്പോൾ അവർ കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഇഷ്ടമായെങ്കിൽ തമ്പ് ഇങ്ങനെ കാണിച്ചും, ഇഷ്ടമല്ല എങ്കിൽ ഇങ്ങനെയും, സ്നേഹമാണോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയും. അങ്ങനെ ഇമോജീസിലൂടെയൊക്കെയാണ് സംസാരിക്കുന്നത്. നമ്മൾ കാണുന്ന ഇമോജീസുകളൊക്കെയാണ് അവരുടെ സംസാര ഭാഷകളൊക്കെ. ഞാൻ ഈ പ്രമേയത്തെ പറ്റിയോ ഈ സീരീസിനെ പറ്റിയോ അല്ല ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് എല്ലാ മാതാപിതാക്കളും കഴിയുമെങ്കിൽ എല്ലാ അധ്യാപകരും കാണേണ്ട, വളരെ ഗൗരവപരമായിട്ട് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഒരു സീരീസാണ് അഡോളസൻസ്. അത് പുതിയ തലങ്ങളിലേക്കും കുഞ്ഞുങ്ങളുടെ പുതിയ ലോകത്തിലേക്കും ഒരു പക്ഷേ നമ്മെ കൈപിടിച്ചുയർത്താനായിട്ട് സഹായിക്കും. നന്ദി, നമസ്കാരം.